പ്രശാന്ത് MLAയുടെ ഓഫീസിന്റെ വാടക രസീതുകളുടെ പകർപ്പ് മീഡിയ വണ്ണിന്. എന്നാൽ വാടക കരാർ MLAയുടെ പക്കലില്ല. കോർപ്പറേഷൻ കൌൺസിൽ അജണ്ടയിൽ വെച്ച് അംഗീകരിച്ചതെന്നാണ് വിശദീകരണം. കൌൺസിൽ യോഗത്തിൽ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയെന്നും MLA ഓഫീസ്. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, ഇത് വാടകയ്ക്ക്, അതായത് MLA ഓഫീസ് വാടകയ്ക്ക് കൊടുത്തതിന് കരാറില്ലെന്നാണോ അപ്പോൾ? കരാറുണ്ട് എന്ന് തന്നെയാണ്, നമുക്ക് കരാറുണ്ടെന്നേ പറയാൻ കഴിയൂ. കാരണം കരാറില്ലാത്ത പക്ഷം ഇങ്ങനെ വാടക അടച്ചതിന്റെ റെസീറ്റുകൾ ഇത്തരത്തിൽ കാണിക്കാൻ കഴിയില്ല. കൂടാതെ തന്നെ ഈ കൌൺസിൽ യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത്. മിനിറ്റ്സിൽ അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. കോർപ്പറേഷനിൽ ഒരു വാടക അടയ്ക്കുന്നുണ്ടെങ്കിൽ, ഒരു വാടക അടച്ചതിന്റെ റെസീറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ എന്തായാലും അവിടെ ഒരു കരാർ ഉണ്ടായിട്ടുണ്ടാകും. അതിന്റെ രേഖകൾ ചിലപ്പോൾ MLAയുടെ പക്കൽ ഉണ്ടാവില്ല. അത്തരത്തിലാണ് നമ്മൾ ഇതിനെ അനുമാനിക്കേണ്ടത്. പക്ഷേ ഈ കൌൺസിലർ ആർ ശ്രീലേഖ ഇത്തരത്തിൽ ആ കരാറിന്റെ കോപ്പി MLAയുടെ പക്കലിൽ ഉണ്ടോ എന്ന ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ MLAയുടെ പക്കലിൽ കരാറിന്റെ കോപ്പി ഇല്ലെന്നാണ് നമ്മളിപ്പോൾ പറയേണ്ടത്. പക്ഷേ ഇത്തരത്തിൽ ഒരു കരാർ നിലവിലുണ്ട്. അത് കൌൺസിൽ യോഗത്തിലാണ് ആ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. കൂടാതെ തന്നെ കൌൺസിലിലെ ആ യോഗത്തിൽ എടുത്ത തീരുമാനത്തിൽ അത് മിനിറ്റ്സിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസങ്ങളായിട്ട് ഇത്തരത്തിൽ വാടക അടച്ചു പോകുന്നതിന്റെ രസീറ്റും ഇത്തരത്തിൽ MLAയുടെ ഓഫീസ് ഇപ്പോൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ അവർ പുറത്തുവിട്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത്തരത്തിൽ ഈ ഒരു കരാർ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഇതിൽ നിന്ന് അനുമാനിക്കേണ്ടത്. ഇപ്പോൾ ഈ വാടക കരാർ MLAയുടെ പക്കലില്ല എന്നാണ്. ഇതിന് ഈ കോർപ്പറേഷന്റെ കൈവശമാണോ ഉള്ളത്? അതെ, നഗരസഭ സെക്രട്ടറിയാണ് ഇതിലിനി ഒരു വ്യക്തത വരുത്തേണ്ടത്. കാരണം ഇത് കൌൺസിൽ യോഗത്തിലെടുത്ത തീരുമാനമാണ്. കഴിഞ്ഞ കൌൺസിൽ LDFന്റെ കൌൺസിൽ എടുത്ത ഒരു തീരുമാനമാണ്. കൂടാതെ തന്നെ ഇത് മിനിറ്റ്സിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കരാറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്രയും കാലം MLA ഈ ഒരു വാടക അടച്ചു പോകുന്നതും. അതിന്റെ രസീറ്റ് കോർപ്പറേഷന്റെ, നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, അത് കോർപ്പറേഷനിൽ വാടക അടച്ചതിന്റെ രസീറ്റാണ്. അപ്പോൾ ഇനി നഗരസഭ സെക്രട്ടറി ആയിരിക്കും ഇതിലൊരു വ്യക്തത വരുത്തേണ്ടത്. ആ കരാറിന്റെ കോപ്പി എവിടെയാണുള്ളത്, അല്ലെങ്കിൽ മിനിറ്റ്സിൽ ഇത് ഉണ്ടോ? അതുപോലെ തന്നെ കൌൺസിൽ യോഗത്തിൽ എടുത്ത തീരുമാനമാണ്. സ്വാഭാവികമായി മിനിറ്റ്സിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി അത്തരം രേഖകളാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കേണ്ടത്. വ്യക്തമാണ്. അതിപ്പോൾ ഈ വാടക രസീത് കാണുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. പക്ഷേ ഈ കോർപ്പറേഷൻ കൌൺസിൽ ചേർന്ന് വേണമെങ്കിൽ ഈ കരാർ നേരത്തെ റദ്ദാക്കാനൊക്കെ കഴിയില്ലേ? അതെ, ഈ ഒരു ഇത്തരം അലോക്കേറ്റ് ചെയ്യുന്നത് MLAക്കാണെങ്കിലും കോർപ്പറേഷന്റെ കീഴിലുള്ള ഇത്തരം കെട്ടിടങ്ങൾ അലോക്കേറ്റ് ചെയ്യുന്നതിലെ തീരുമാനം കൌൺസിലും അതുപോലെ തന്നെ മേയറും ഒക്കെയാണ് എടുക്കുക. നിലവിൽ ഈ BJPയുടെ ഭരണസമിതി വന്നതിന് ശേഷം അവർക്ക് വേണമെങ്കിൽ കൌൺസിൽ യോഗം ചേർന്ന് ഇത് നിയമപരമായി റദ്ദാക്കാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ ശ്രീലേഖയുടെ വിഷയം തന്നെയാണെങ്കിൽ, ശ്രീലേഖയ്ക്ക് നഗരസഭ സെക്രട്ടറിക്ക് ഇത്തരത്തിൽ ഒരു പരാതി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ, തനിക്ക് സൗകര്യമുള്ള ഒരു മുറിയില്ല, ഓഫീസ് മുറിയില്ല എന്നൊരു പ്രശ്നമുണ്ടെങ്കിൽ അത്തരം നിയമപരമായിട്ട് അതിനെ നേരിടേണ്ടതാണ്. ഇത്തരത്തിൽ കൌൺസിലിന്റെ BJPയുടെ ഭരണസമിതിക്ക് കൌൺസിൽ യോഗം ചേർന്ന് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിൽ ഉണ്ട്. എന്നാൽ ഇതിനെ നിയമപരമായിട്ട് 2026 മാർച്ച് 31 വരെ തനിക്ക് ഇത്തരത്തിൽ അവിടെ തുടരാനുള്ള അവകാശമുണ്ടെന്ന് MLA VK പ്രശാന്തും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ നിയമസാധുതയാണ് അടുത്ത ഘട്ടമോ എന്നോണം തേടേണ്ടി വരിക. പക്ഷേ കൌൺസിലിന്, BJP കൌൺസിലിന് ഇത്തരത്തിലൊരു അവർക്ക് ഭരണ നിർവഹണത്തിന്റെ ഭാഗമായിട്ട് ഇത് അലോക്കേറ്റ് ചെയ്യേണ്ടത് BJP കൌൺസിൽ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ കൌൺസിലാണ് ഇപ്പോൾ ഈ ഒരു ഇത്തരത്തിൽ അലോക്കേറ്റ് ചെയ്ത് നൽകിയത്. അപ്പോൾ BJP കൌൺസിൽ അത് മാറ്റാനുള്ള പോര് കലക്കുന്നതിനിടെയാണ് ഓഫീസിലെ വാടക രസീതുകളുടെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വാടക കരാർ MLAയുടെ പക്കലില്ല എന്നുകൂടി വ്യക്തമാകുന്നുണ്ട്. വിവരങ്ങളാണ് സനിസ ശോഭാചന്ദ്രൻ നൽകിയത്.